everyone, അപ്പോൾ നമ്മുടെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 5 or 6 മാർക്ക് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്. ഓൾറെഡി ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഫൈൻഡ് ദ റേഞ്ച് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റേഞ്ചും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചും കാണണം. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ റേഞ്ച് കാണാനായിട്ടുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ റേഞ്ച് കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? L-S ആണ്. L എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഐറ്റം ആണ്, എസ് എന്ന് പറയുന്നതോ സ്മോളസ്റ്റ് ഐറ്റം ആണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ റേഞ്ച് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം റേഞ്ച് കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ലാർജസ്റ്റ് മൈനസ് സ്മോളസ്റ്റ് ഐറ്റം ആണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫോളോയിങ് ഡാറ്റയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് എത്രയാണ്? ഏറ്റവും ലാർജസ്റ്റ് വരുന്നത് 67 ആണ് അല്ലേ? 67നേക്കാളും വലുതുണ്ടോ? വലുതില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആ 67 ലാർജസ്റ്റ് ഐറ്റം ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ സ്മോളസ്റ്റ് ഐറ്റം എടുക്കാം. ഇവിടെ ഏറ്റവും ചെറുതായിട്ട് വരുന്ന ഐറ്റം ഏതാണ്? 18 ആണല്ലേ? 18നേക്കാളും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ഇല്ല. അപ്പം നമ്മളിവിടെ 18 എടുത്തു. 67 മൈനസ് 18 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 49 കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ഇനി കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചും കാണണം, അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? L-S ബൈ L+S. അപ്പോൾ ലാർജസ്റ്റ് ഐറ്റം മൈനസ് സ്മോളസ്റ്റ് ഐറ്റം ബൈ ലാർജസ്റ്റ് ഐറ്റം പ്ലസ് സ്മോളസ്റ്റ് ഐറ്റം. അപ്പോൾ ഇവിടെ ലാർജസ്റ്റ് ഐറ്റം എത്രയാണ്? 67 ആണ്. ആ 67ൽ നിന്ന് 18 കുറയ്ക്കുക, അതുപോലെ തന്നെ 67ൻ്റെ കൂടെ 18 ആഡ് ചെയ്യുക. അപ്പോൾ 67 മൈനസ് 18 ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി 49 കിട്ടിയിട്ടുണ്ട്. ആ 49 ബൈ 67 പ്ലസ് 18 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 85 കിട്ടും. അപ്പോൾ ബാലൻസ് നമ്മൾ ചെയ്യുമ്പോൾ 49 ബൈ 85 ചെയ്യുമ്പോൾ നമുക്ക് 0.576 ആണ് എന്തായിട്ട് വരുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഡാറ്റ തന്നിട്ട് റേഞ്ച് കാണാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റയിലെ ഏറ്റവും ലാർജസ്റ്റ് ഐറ്റത്തിൽ നിന്ന് സ്മോളസ്റ്റ് ഐറ്റം എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് കാണാനായിട്ട് പറയുകയാണെങ്കിൽ ലാർജസ്റ്റ് മൈനസ് സ്മോളസ്റ്റ് ബൈ ലാർജസ്റ്റ് പ്ലസ് സ്മോളസ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഔട്ട് മീഡിയൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് മീഡിയൻ കാണാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇൻകം തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പേഴ്സൺസും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ എന്ത് കാണണം? മീഡിയൻ ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ മീഡിയൻ കാണാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഇൻകം ഉണ്ടല്ലോ, ആ ഒരു ഇൻകത്തിനെ നമ്മൾ എന്താക്കണം? അസെൻഡിങ് ഓർഡറിൽ എഴുതണം. എന്തിലെഴുതണം? നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയെ നമ്മൾ ആദ്യം തന്നെ അസെൻഡിങ് ഓർഡറിലേക്ക് ആക്കിയിട്ട് മാറ്റണം. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമ്മൾ ചെറുതിന്ന് വലുതിക്കാണല്ലോ അസെൻഡിങ് ഓർഡർ വരിക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എത്രയാണ് വരിക? 75 ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ 75 എടുത്തു. പിന്നെ വരുന്നത് 100 ആണ്, പിന്നെ വരുന്നത് 140 ആണ്, പിന്നെ വരുന്നത് 190 ആണ്, പിന്നെ വരുന്നത് 200 ആണ്, നെക്സ്റ്റ് 260 ആണ്. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് ഇവിടെ 75ന് എത്രയാണ് വരണേ നോക്കുക? 15 ആണ് വരണേ അല്ലേ? നമ്മൾ തെറ്റി എഴുതരുത് കേട്ടോ. ഈ 100ൻ്റെ ഈ ഒരു രീതിയിൽ തന്നെ ഈ തന്നിരിക്കുന്ന ഫോമിൽ തന്നെ ഫ്രീക്വൻസി എഴുതിയാൽ തെറ്റിപ്പോവും. നമ്മൾ അസെൻഡിങ് ഓർഡറിലാക്കിയിട്ട് അതിൻ്റെ നേരെ എത്രയാണോ ഫ്രീക്വൻസി വരുന്നത് അതാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം 15 വന്നു. 100ന് എത്രയാ? 24 അല്ലേ? 24 വന്നു. നെക്സ്റ്റ് 140ക്ക് എത്രയാ? 25 ആണ്. 190ക്ക് എത്രയാണ്? 30 ആണ്. 200ന് എത്രയാ? 20 ആണ്. 260ക്ക് എത്രയാണ്? 6 ആണ്. അങ്ങനെ നമ്മൾ ഫ്രീക്വൻസി എഴുതി. നെക്സ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് തന്നിരിക്കുന്ന ഫ്രീക്വൻസി നമ്മൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ ഓരോ ഫ്രീക്വൻസി എന്ത് ചെയ്ത് പോവുക? ആഡ് ചെയ്ത് പോവുക. ഓക്കെ അല്ലേ? ലൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാനായിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഫ്രീക്വൻസി എടുക്കുക, അതിൻ്റെ കൂടെ ഓരോ ഫ്രീക്വൻസി ആഡ് ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ 15 ആണ് ഫസ്റ്റ്, പിന്നെ 15 + 24. 15 + 24 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 39 ആണ് കിട്ടുക അല്ലേ? 39 + 25 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 64 ആണ്. അതുപോലെ തന്നെ 64 + 30 ചെയ്യുമ്പോൾ 94 വന്നു. 94 + 20 ചെയ്യുമ്പോൾ 114 വന്നു. 114 + 6 ചെയ്യുമ്പോൾ 120 വന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. ഇനി നമ്മുടെ മീഡിയൻ കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? മീഡിയൻ ഈക്വൽ ടു n + 1/2 ഐറ്റം.
n+1/2 ആയിട്ടാണ് എന്തെന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ ലാസ്റ്റ്, നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് വരുന്നത് എത്രയാ? 120 ആണ്. അതാണ് n എന്ന് പറയുന്നത്. ആ 120 + 1/2 = 121/2 കിട്ടും. അതായത് 60.5th ഐറ്റം. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഏതിലാണ് ഈ ഒരു 16.5 വരിക? നമ്മുടെ ഫ്രീക്വൻസി എല്ലാം നോക്കേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 64ലാണ് അല്ലേ എന്ത് വരുന്നത്? 60.5 വരുന്നത്. കാരണം അതിൻ്റെ മുന്നേ വരുന്നത് 39 ആണ്. അപ്പം നമ്മുടെ 64ലായിരിക്കും എന്ത് വരുന്നുണ്ടായിരിക്കാം? 60.5th ടേം വരുന്നുണ്ടായിരിക്കുക. അപ്പം ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. 16.5th ഐറ്റം ഇൻക്ലൂഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 64 ഉള്ള ഈ ഒരു 140 ഇൻകം കിട്ടുന്നതായിരിക്കും ഇതിന്റെ എന്തെന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ മാൻ ബോട്ട് എ കാർ ബൈ ടേക്കിംഗ് എ ലോൺ ഓഫ് 5 lakh. ഒരാൾ എന്ത് ചെയ്യാണ്? ഒരു കാർ മേടിക്കുകയാണ്, ലോണിനാണ് മേടിക്കുന്നത്. 5 lakh rupees ലോണിനാണ് മേടിക്കുന്നത്. അയാളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ ലോൺ 5 വർഷം കൊണ്ട് റീപേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9% പെർ ആനാണ്. ഒരു വർഷത്തേക്ക് 9% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരണമെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ EMI കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് EMI എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എത്രയാണ്? 5 lakh ആണ് അല്ലേ? അയാൾ എത്രയാണ് ലോൺ എടുത്തിരിക്കുന്നത്? 5 lakh അല്ലേ? അപ്പോൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 5 lakh ആണ്. R എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9/12. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9% ആണ്. അപ്പം 9/12 ആണ് എന്ത് വരുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് I എന്ന് പറയുന്നത് R/100 ആണ്. അത് എല്ലാ കേസസിലും ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും I എന്ന് പറയുന്നത് നമ്മൾ R/100 ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് R എത്ര കിട്ടും? 0.75 കിട്ടും അല്ലേ? 9/12 ചെയ്യുമ്പോൾ 0.75 കിട്ടും. 9 എന്ന് പറയുന്നത് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും 12 മന്ത്സ് ആണുള്ളത്. അപ്പോൾ ആ 12 ആണ് നമുക്കിവിടെ ചെയ്തത് നമ്മൾ. നെക്സ്റ്റ് I എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കേസിലും R/100 ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 0.75 ആണ് R/100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.0075 കിട്ടി. ഓക്കെ അല്ലേ? ഇതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് N ആണ്. N എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്ക് എത്ര ഇയേഴ്സ് ആണുള്ളത്? 5 years കൊണ്ടല്ലേ റീപേ ചെയ്യേണ്ടത്. നമുക്ക് എത്ര മന്ത്സ് ആണോ ഓരോ ഇയേഴ്സിലുള്ളത്? 12 months ആണുള്ളത്. അപ്പോൾ 5 × 12 ചെയ്യുക. N കിട്ടും. എത്ര കിട്ടും? നമുക്ക് 60 കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇത് കാണണം. നമുക്ക് എന്താ കാണേണ്ടത്? അതായത് നമുക്ക് നമ്മുടെ EMI, നമ്മൾ എത്ര EMI അടയ്ക്കണു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത് അല്ലേ? അപ്പോൾ EMI കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താ? EMI = PI. PI എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ഇൻറ്റു നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള I ഇൻറ്റു 1 + I⁻n ബൈ 1 + I⁻n - 1. ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. എന്നാലാണ് ഈ ഒരു EMIയുടെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ EMI = P × I ഇൻറ്റു 1 + I⁻n ബൈ 1 + I⁻n - 1. അതായത് ഇക്വേഷൻ കാണുമ്പോൾ കുറച്ച് ടഫാന്ന് തോന്നുന്നെങ്കിൽ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് പ്രിൻസിപ്പിൾ എടുക്കാം. എത്രയാ? 5 lakh അല്ലേ? ആ 5 lakh ഇൻറ്റു I നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി 0.0075 ഇൻറ്റു 1 + I. 1 + I ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 + എത്രയാണ്? 0.0075 ചെയ്യുമ്പോൾ നമുക്കിവിടെ 1.0075 കിട്ടി. all⁻n. N എത്രയാണ് വരുന്നത്? 16 അല്ലേ? അപ്പോൾ നമ്മൾ all⁻60 ചെയ്തു. ബൈ എന്ത് ചെയ്യാം? ഇവിടെയും നമുക്ക് എന്ത് തന്നെ കിട്ടി? ബൈ സെയിം തന്നെയല്ലേ വരിക? 1.0075 all⁻60 - 1 വന്നു. ഇനി എന്ത് ചെയ്യാം? ഇനി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 5 lakh ഇൻറ്റു 0.0075 ചെയ്യുമ്പോൾ നമുക്കിവിടെ 3750 കിട്ടും. ആ 3750 ഇൻറ്റു ഈ ഒരു 1.0075 all⁻60 ചെയ്യുമ്പോൾ നമുക്ക് 1.565681 ആണ് കിട്ടുക. ബൈ ഇവിടെ ഇത് -1 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 0.565681 കിട്ടും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ 10,379 ആണ് കിട്ടുക. അത് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ കിട്ടും കേട്ടോ. ഇവിടെ ഈ ഒരു raised to 60 ഒക്കെ വരുമ്പോൾ മാത്രമാണ് ഒരു കോംപ്ലിക്കേഷൻ വരണത്. അതുവരെ സിമ്പിളാണ്. ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്ത് വെക്കുക? പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ.
ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ഓഫ് എ. ഒരു മെട്രിക്സ് എ എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. 4 1 2 1 2 5 2 7 8 എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാൻ, എയുടെ ഡിറ്റർമിനന്റ് കാണാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എ ഡിറ്റർമിനന്റ് ഇങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനന്റിനെ എന്ത് ചെയ്യാം പറയാട്ടോ, റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എ ഡിറ്റർമിനന്റ് ഈക്വൽ ടു എങ്ങനെയാണ് വരിക 4 1 2 1 2 5 2 7 8. ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് നമ്മൾ കാണേണ്ടത്. അതിന് നമ്മൾ എന്തെടുക്കണം, ഇതിന്റെ മൈനർ എടുക്കണം. മൈനർ എടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഒരു ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് ഐറ്റം എടുക്കുക. ഇവിടെ 4 അല്ലേ, അപ്പോൾ ആ ഒരു 4 ഡിറ്റർമിനൻറ്റ്, ഈ 4ന്റെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ഈ 4ലെ ഈ ഒരു ഫസ്റ്റ് റോയിൽ വരില്ല, ഈ 4 വന്നിട്ടുള്ള ഫസ്റ്റ് റോയിൽ വരുന്നതിനെയൊക്കെ നമ്മൾ എടുക്കണ്ട. അതുപോലെ ഫസ്റ്റ് കോളത്തിൽ വരുന്നത് എടുക്കാതെ ബാക്കിയുള്ളതിനെ ഇതും എടുക്കണ്ട ബാക്കിയുള്ളതിനെ മാത്രം എടുക്കുക. അപ്പോൾ എത്രയൊക്കെ വരും ഇവിടെ 2 5 വരും, 7 8 വരും. ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ 4 എടുത്തു, എന്നിട്ട് ഫസ്റ്റത്തെ ആ ഒരു റോയിൽ വരുന്നത് എടുത്തില്ല, കോളത്തിൽ വരുന്നത് എടുക്കാതെ ബാക്കി പെൻഡിങ് ഉള്ളത് മാത്രം എടുത്തു. നെക്സ്റ്റ് എന്ത് ചെയ്യാം, മൈനസ്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. മൈനസ് അടുത്തത് എടുക്കുക. ഇവിടെ എത്രയാണ് നമ്മൾ എടുക്കാൻ പോണത്, 1 ആണ് എടുക്കാൻ പോണത്. അപ്പോൾ 1, അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ 4ന്റെ ഒഴിവാക്കിയതുപോലെ 1 വരുന്നത് ഒഴിവാക്കാം. അപ്പോൾ 1 വരുന്നത് ഏതൊക്കെയാ, ഇതും പോവും ഇതും പോവും. ബാക്കി ബാലൻസ് വരുന്നത് 1 5 2 8 ആണ്. ആ 1 5 2 8 എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ മൈനസ് ആണോ കൊടുക്കണ്ടേ, അല്ല, പ്ലസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി പ്ലസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, മൈനസ് കൊടുക്കണം. അങ്ങനെ മാറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം മൈനസ് കൊടുത്തു, നെക്സ്റ്റ് പിന്നെ കൊടുക്കേണ്ടത് പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് അടുത്ത എലമെന്റ് എടുക്കുക. 4 കഴിഞ്ഞു, 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് 2 ഡിറ്റർമിനന്റ്. ഇവിടെ ഇത് രണ്ടും കളഞ്ഞിട്ട് ബാക്കി 1 2 2 7 ഉണ്ട്. ആ 1 2 2 7 എടുക്കുക. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം, 4 into 8 into 2 8 into 2 ക്രോസ് ആണ് ചെയ്യണേ. 8 into 2 ചെയ്യുമ്പോൾ 16 കിട്ടും. മൈനസ് 7 into 5 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും, 35 കിട്ടി. മൈനസ് 1 into 8 അതുപോലെ തന്നെ ചെയ്യാം. 1 into 8 8, 2 into 5 10 കിട്ടി. പ്ലസ് 2 into 1 into 7 7, മൈനസ് 2 into 2 4. ഓക്കെ അല്ലേ? ഇനി സാധാ പോലെ ചെയ്യാം. 4 into 16 minus 35. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും, സോറി, ഇവിടെ -46 ആണ് കിട്ടുക. -46 -2 +6 കിട്ടും. ഓക്കെ അല്ലേ? ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, -76 ആണ് കിട്ടുക. മൈനസ് ഇവിടെ -2 കിട്ടും, പ്ലസ് ഇവിടെ 6 കിട്ടും. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, -76 + 2 + 6 = -68 ആണ് ഡിറ്റർമിനന്റ് കിട്ടുക കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, അവിടെ നമ്മൾ ആകെ ചെയ്തത് ജസ്റ്റ് ഫസ്റ്റത്തെ ആ ഒരു എലമെന്റ് എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ളതിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് ഇവിടെ മൈനസ് ആണ് വരുന്നതെന്ന് ഓർത്തിരിക്കണം, ഇവിടെ പ്ലസ് ആണ് വരുന്നതെന്ന് ഓർത്തിരിക്കണം. പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ബാക്കി ചെയ്തു കൊടുത്തു. ഇത്രയാണ് നമ്മൾ നമ്മുടെ ഡിറ്റർമിനന്റ് ഓഫ് എ ചെയ്യാനായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞത് ഓക്കെ ആയി, ക്ലിയർ ആയി, പ്രോബ്ലംസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ഒക്കെ കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നമ്മൾ ലിങ്ക് പിൻ ചെയ്യാം കേട്ടോ.